ഹലോ മക്കളെ, ഒരു മിനിറ്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീസൺ ആൻഡ് ടൈം എന്ന് പറഞ്ഞ ഋതുഭേദങ്ങളും സമയം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കുകൾ ഒന്ന് നോക്കിയാലോ. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഡിസംബർ 22 എന്ന് പറയുന്ന ദിവസം, ഡിസംബർ 22 എന്ന് പറയുന്നത് സൺ ഈസ് വെർട്ടിക്കലി ഓവർ ദ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അഥവാ ദക്ഷിണാരേഖയുടെ നേരെ മുകളിലാണ്. ദിസ് ഡേ ഈസ് നോൺ ആസ് ദ വിന്റർ സോൾസ്റ്റിസ്. ഈ ദിവസത്തെയാണ് എന്ത് വിളിക്കുക? ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് വിളിക്കുക. ഈ ദിവസം എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക? ലോങ്ങസ്റ്റ് നൈറ്റ് ആൻഡ് ഷോർട്ടസ്റ്റ് ഡേ ആയിരിക്കും നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഉണ്ടായിരിക്കാം. അഥവാ പകലിന്റെ ദൈർഘ്യം വളരെ കുറവും രാത്രിയുടെ ദൈർഘ്യം വളരെ കൂടുതലുമായിരിക്കും. അതേസമയം ജൂൺ 21 എന്ന് പറയുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് സൺ ഈസ് വെർട്ടിക്കൽ ഓവർ ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. സൂര്യൻ ഉത്തരായന രേഖയുടെ നേരെ മുകളിലാണ്. ഈ സമയം എന്ന് പറഞ്ഞാൽ ഇതിനെ വിളിക്കുന്ന പേര് സമ്മർ സോൾസ്റ്റേഴ്സ് അഥവാ ഗ്രീഷ്മ അയനാന്തമാണ്. ഈ ദിവസത്തിൽ നേരെ തല തിരിച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. പകലിന്റെ ദൈർഘ്യം കൂടുതൽ, ഡേയുടെ ദൈർഘ്യം കൂടുതലും നൈറ്റിന്റെ ദൈർഘ്യം കുറവുമായിരിക്കും ആക്ച്വലി ഉണ്ടായിരിക്കാം. കൂടാതെ തന്നെ ഇവിടുന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉത്തരായനം എന്ന് പറഞ്ഞാൽ ഡിസംബർ 22 സ്റ്റാർട്ട് ചെയ്തിട്ട് ജൂൺ 21 ഉത്തരായനം അവസാനിക്കുന്നത്. അതേസമയം ദക്ഷിണായനം എന്ന് പറഞ്ഞാലോ ജൂൺ 21 സ്റ്റാർട്ട് ചെയ്തിട്ട് ഡിസംബർ 22 ചെയ്യുന്നു ഉത്തരായനം ദക്ഷിണായനം സ്റ്റാർട്ട് ചെയ്ത് അവസാനിക്കുകയും ചെയ്യുന്നു. കൂടാതെ തന്നെ ഒരൊറ്റ കാര്യം കൂടെ പറയാം മക്കളെ, സമ്മർ സോൾസ്റ്റേഴ്സിന്റെ അന്നായിരിക്കും സമ്മർ സീസൺ തുടങ്ങുക, വിന്റർ സോൾസ്റ്റേഴ്സിന്റെ അന്നായിരിക്കും വിന്റർ സീസൺ തുടങ്ങാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇക്വിനോക്സസ് ഇല്ലേ, സമരാത്ര ദിനങ്ങൾ, അതിന്റെ ഡേറ്റ് ഏതൊക്കെയാ? ഒന്ന് കമന്റ് ചെയ്തോളാം താഴെ.